ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം അതിന്റെ 21 വാക്യം മുതൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും ഗായയിലും കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ 23 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11 വാക്യത്തിൽ, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തു. അവിടെ തന്നെ ശിഷ്യന്മാരോടുകൂടെ ആയിരിക്കുമ്പോൾ യെരൂശലേമിൽ ചെന്നിട്ട് അവിടെ നിന്ന് റോമയും എനിക്ക് കാണണമെന്ന് അപ്പോസ്തലൻ പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നത്തേതിൽ യെരൂശലേമിലേക്ക് താൻ വരുമ്പോൾ യെരൂശലേമിൽ യഹൂദന്മാർ പ്രതികാരചിത്തയോട് കാത്തിരിക്കുകയാണ്. തന്നെ പിടിച്ചു, തന്നെ ബന്ധിച്ചു, ന്യായാസനത്തിന് മുമ്പാകെ തന്നെ നിർത്തുവാൻ, താൻ ബന്ധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹൂദന്മാർ, റോമൻ ഭരണാധി അക്കാലത്തുള്ള ഒരു വിഷയം, യഹൂദന്മാരെ യാതൊരു വിധത്തിലും പിണക്കരുതെന്ന് റോമാ ഗവൺമെന്റ്, അതായത് കൈസറുടെ ഡയറക്റ്റ് കമാൻഡ് പാലസ്തീൻ ഭരിക്കുന്ന റോമിന്റെ ഗവർണർക്കുണ്ട്. അത് പീലാത്തോസ് ആകട്ടെ, ഫെസ്തോസ് ആകട്ടെ, ആരായാലും അവർക്ക് ആ കമാൻഡ് ഉണ്ട്. എന്ന് വെച്ചാൽ യഹൂദന്മാരെ പിണക്കില്ല, ഇവർ വലിയ ഉപദ്രവകാരി യഹൂദന്മാരെന്ന് റോം ഭരിക്കുന്നവർക്ക് അറിയാം. അവരെ പിണക്കി കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അവരെ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ ഉപകാരമുണ്ടെന്ന് ബുദ്ധിമാന്മാരായ റോമൻ ഭരണാധികാരികൾക്ക് അറിയാവുന്നത് കൊണ്ട് യഹൂദന്മാരെ പിണക്കുന്ന ഒരു കാര്യത്തിനും ഒരു കൂട്ടു നിൽക്കത്തില്ല. അപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ യഹൂദന്മാർ പിടിച്ച് ഏൽപ്പിക്കുവാൻ, ന്യായാധിപസനത്തിൽ ഗവർണറേറ്റിൽ ഏൽപ്പിക്കുവാൻ കൊണ്ടിടയായി. അവൻ കെട്ടപ്പെട്ടവനായി തടങ്കലിലായിരിക്കുമ്പോഴാണ് 23 അധ്യായത്തിൽ 11 വാക്യത്തിൽ കർത്താവിനെ കാരാഗൃഹത്തിൽ വെളിപ്പെട്ടിട്ട് അവനോട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, നീ യെരൂശലേമിനെ സാക്ഷീകരിച്ചതുപോലെ. അപ്പൊ യെരൂശലേമിൽ കർത്താവിനെ കുറിച്ച് പല പ്രാവശ്യം സാക്ഷീകരിച്ചിട്ട് ഇത് അവസാനത്തെ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കർത്താവിനെ കുറിച്ച് വെളിപ്പെടുത്തും. ന്യായപ്രമാണത്തെയും കർത്താവിനെയും തമ്മിൽ താരതമ്യം ചെയ്തു കർത്താവിന്റെ ദൈവികത്വത്തെ വെളിപ്പെടുത്തും. തുല്യനാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുമ്പോൾ യഹൂദന്മാർക്ക് അത് പിടിക്കായ കൊണ്ടല്ലേ, അസൂയ മൂത്തല്ലേ, പ്രതികാരത്തിന് മൂത്തവനെ ന്യായാസനത്തിങ്കിൽ ഏൽപ്പിക്കുവാൻ കൊണ്ടുണ്ട്. കർത്താവ് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, നിനക്ക് യാതൊന്നും ഭാരപ്പെടുവാനല്ല, നീ റോമയിൽ എന്നെ സാക്ഷീകരിക്കുവാനായി നീ പോകുകയാണ്. അപ്പോൾ അങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു പല ദിവസങ്ങൾ ഇങ്ങനെ വിധി ന്യായാസനത്തിന് മുമ്പാകെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ കൊണ്ടുവരികയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പരിശുദ്ധാത്മാവിൽ ഒരു കാര്യം അപ്പോസ്തലന് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ ലൗകികമായ ലോകത്തിന്റെ സകല ബുദ്ധിവൈഭവം നിറഞ്ഞ ഒരു അസാധാരണ വ്യക്തിത്വത്തിന് ഉടമയായിരുന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എന്ന് കാണുവാൻ കഴിയുന്നു. വാലയലിന്റെ കീഴിലിരുന്ന് അത്യുന്നതമായ പദവിയുള്ള വിദ്യാഭ്യാസം ചെയ്തതിനു ശേഷം പുറത്തിറങ്ങി അവന് ലോകത്തിന്റെ സകല സൈക്കോളജികളും അറിയാം. യഹൂദന്മാർ നിശ്ചയമായും എന്നെ കൊന്നുകളയും, ഞാൻ യെരൂശലേമിലായിരുന്നാൽ റോമാ ഗവൺമെന്റിന്റെ അധികാരത്തിൽ എന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് അവന്റെ ഉള്ളിൽ അവന് ബോധ്യമായപ്പോൾ അവൻ ഒരു ന്യായാധിപ സംഘത്തിൽ അവരെ വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ വിസ്തരിക്കേണ്ട കൈസറ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പാലസ്തീൻ ഭരിക്കുന്ന റോമൻ ഗവൺമെന്റിന് അവന് മേൽ യാതൊരു അധികാരമില്ല. അങ്ങനെ ഒരു വ്യക്തി അവിടെ, പ്രത്യേകിച്ച് റോമാ പൗരൻ കൂടിയാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. പിന്നെ അവനെ അവിടെ വിസ്തരിക്കുവാൻ അവർക്ക് അവകാശമില്ലാത്തത് കൊണ്ട് റോമിലേക്ക് അദ്ദേഹത്തെ അയക്കുവാനുള്ള ക്രമീകരണം ചെയ്ത് അങ്ങനെ റോമിലേക്ക് കപ്പൽ കയറി 260 പേരുമായി കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. പല വെളിപ്പാടുകളും കപ്പൽ ഉടമസ്ഥനോടും കപ്പൽ നയിക്കുന്നവരോടും പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കാതെ അവരുടെ ബുദ്ധിക്കനുസരിച്ച് നീങ്ങുമ്പോൾ കടലിൽ വലിയ അപകടമുണ്ടായി. പക്ഷേ ഒരു അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ഓർത്ത് കർത്താവ് അവന്റെ കൂടെയുള്ള ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അവരുടെ പ്രാണന് ഹാനി വന്നില്ല. പക്ഷെ കപ്പലുള്ള സകലതും കടലിൽ കളഞ്ഞവർക്ക് സകലതും നഷ്ടമായ അവസാനം പല കഷ്ണങ്ങൾ പിടിച്ച് മിലീത്ത ദ്വീപിൽ അവർ എത്തിച്ചേരുമ്പോൾ അവിടെയും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മുമ്പിൽ പ്രതികൂലം വെളിപ്പെട്ടു. ഇവൻ ഭാവിയാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിട്ടും ഇവൻ വീണ്ടും മരിക്കുവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞവനെ പരിഹസിക്കുമ്പോൾ ആ ദോഷം വരുത്തുവാൻ, ദോഷം വരും അല്ലെങ്കിൽ വരുത്തുമെന്ന് തുണിഞ്ഞതിനെ എടുത്ത് തീയിൽ കുടഞ്ഞു കളയുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന
പൗലോസ് അവിടെ ഒരു ദേവനായി വെളിപ്പെടുവാണ്ട് കൊണ്ടിവിടെയാകും. ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, നഷ്ടങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ പ്രാണന് ഹാനി വരാതെ നിന്നോട് റോമിൽ നിന്നെ എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഒരു രൂപ വണ്ടിക്കൂലി പോലും മുടക്കാതെ നിന്നെ UK എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞു, നിന്നെ സ്റ്റേറ്റ്സിൽ എത്തിക്കുമെന്ന് ദൈവം, നിന്നെ കാനഡയിൽ എത്തിക്കും, നിന്നെ ഗൾഫിൽ എത്തിക്കും, നിന്നെ ലോകത്തിന്റെ എവിടെയെങ്കിലും എത്തിക്കും. തമ്പുരാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു രൂപ വണ്ടിക്കൂലി പോലും നിന്റെ പോക്കറ്റിൽ നിന്ന് മുടക്കാതെ നിന്നെ അവിടെ എത്തിക്കുവാൻ സർവശക്തനാ. ആ പാലസ്തീനിൽ നിന്ന് അല്ലെങ്കിൽ യെരൂശലേമിൽ നിന്ന് ദീർഘമാസങ്ങൾ, ദീർഘാഴ്ചകൾ യാത്ര ചെയ്തെങ്കിലേ റോമിലെത്തുകയുള്ളൂ. അതിന് 10,000-കണക്കിന് മൂല്യമുള്ള വസ്തുക്കൾ അവിടെ ചെലവഴിക്കേണ്ടി വരും. പക്ഷെ ഒരു രൂപ മുടക്കാതെ, ആമീൻ, പടയാളികളുടെ തണലിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമിൽ ഇത് വഴിയാത്രയുള്ളവർക്ക് പ്രതിസന്ധികളുടെ മുമ്പിൽ ഉയർന്നു വന്നുവെങ്കിലും പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് കർത്താവിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ അവനെ എത്തിച്ചു. വഴിയിൽ അവന് വലിയ മഹത്വം ദൈവം കൊടുക്കുവാൻ കൊണ്ടിവിടെ. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുക.